അസ്സാം വലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ട്രാൻസ്ലേഷൻ മെത്തഡോളജിയുടെ അടുത്ത ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഡ് എങ്ങനെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറബിയിലേക്ക് എങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യാം, ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഹാഡ് എന്നുള്ളതിന് സാധാരണയായിട്ട് അറബിയിൽ പ്രയോഗിക്കുന്ന പദം ഖാനയാണ്. അപ്പോൾ കാനലദയ്യ, കാനലദൈഹി, കാനലദൈഹ, കാനലദൈഹിം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമായിട്ട് പഠിക്കാം. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. എനിക്കൊരു വലിയ സമയം ഉണ്ടായിരുന്നു, എനിക്ക് നല്ല സമയം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇത് എങ്ങനെ പറയാം? ഐ ഹാഡ് എന്നാണ്. അപ്പോൾ കാനലദയ്യ, അപ്പോൾ അവനക്കായിരുന്നു എന്നെങ്കിൽ കാനലദൈഹി, അവൾക്കായിരുന്നെങ്കിൽ കാനലദൈഹ, അവർ കുറേ സ്ത്രീകൾക്കാണെങ്കിലോ കാനലദൈഹിന്ന, കുറേ പുരുഷന്മാർക്കാണെങ്കിൽ കാനലദൈഹിം, ഇങ്ങനെയാണ് വരിക. അപ്പോൾ കാനലദയ്യ എനിക്കുണ്ടായിരുന്നു, വക്തുണ്ടായോ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. കാനത്ത്, ഇവിടെ കാനത്ത് വരാൻ കാരണം എന്താണ് ഉണ്ടായിരുന്നത്? ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ്. ഡ്രസ്സ് എന്നുള്ളത് പ്ലൂറൽ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് കാനത്ത് എന്ന് വന്നത്, അല്ലെങ്കിൽ കാനലദൈഹ എന്നാണ് വരിക. ഇവിടെ ഷീ അവൾ എന്നുള്ളതിന് ലദൈഹ എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ കാനത്ത് ലദൈഹ, അവൾക്കുണ്ടായിരുന്നു ഫുസ്താനും ജമീലുൻ, ബ്യൂട്ടിഫുൾ ഡ്രസ്. വി ഹാഡ് ഡിന്നർ. ഇവിടെ നോക്കൂ, ഈ പദം വി ഹാഡ് ഡിന്നർ അറ്റ് ഫാൻസി റെസ്റ്റോറൻറ്റ്. ഞങ്ങൾക്ക് ഫാൻസി റെസ്റ്റോറൻറ്റിൽ ഒരു ഡിന്നർ ഉണ്ടായിരുന്നു. ഇവിടെ രണ്ട് രൂപത്തിൽ വെക്കാം, അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാനലന അഷാ ഉൻ എന്ന് പറയാം, നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നു. അതിന് പകരം ഇവിടെ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള പദം നോക്കൂ, തനാവൽനൽ അഷാ ഫീ മത്അമിൻ ഫാഖിർ. ഒരു ഫാൻസി റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ഇവിടെ തനാവൽന, ഞങ്ങൾ കഴിച്ചു. ഇതെന്തിനാണ് ഇങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് ഈ ഉദാഹരണം തന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തത് എന്ന് വെച്ചാൽ, ട്രാൻസ്ലേഷൻ രണ്ട് രൂപത്തിലുണ്ടാകും. ഒന്ന് ലിറ്ററൽ ട്രാൻസ്ലേഷനും മറ്റൊന്ന് ഐഡിയോളജിക്കൽ ട്രാൻസ്ലേഷനും. അതായത് ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പദാനുപദ ട്രാൻസ്ലേഷൻ. ഈ പദത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, സെൻറ്റൻസിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, അത് അതേപോലെ ഇവിടേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാം. നേരെ മറിച്ച് ഐഡിയോളജിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയത്തെ ട്രാൻസ്ലേഷൻ ചെയ്യാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ആശയം എന്താണോ അത് ഇവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ട്രാൻസ്ലേഷൻ ഇവിടെ നടക്കൂല. കാന എന്നുള്ള പദം ഇവിടെ വരുന്നില്ല, അതും കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയത് അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐഡിയോളജിക്കൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ദേ ഹാഡ് എ ലോങ് കോൺവെർസേഷൻ. അവർക്കൊരു ദീർഘമായ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. കാന ലദൈഹിം, ദേ ഹാഡാണ്, കാന ലദൈഹിം മുഹാദസത്തുൻ ത്വവീലത്തുൻ. ഇവിടെ കാന ലദൈഹിം മുഹാദസത്തുൻ ത്വവീലത്തുൻ എന്ന് പറയാം, കാനത്ത് ലദൈഹിം മുഹാദസത്തുൻ ത്വവീലത്തുൻ എന്ന് പറയാം. മുഹാദസത്ത് ആണ് ആദ്യം വരുന്നതെങ്കിൽ നിർബന്ധമായിട്ടും കാനത്ത് എന്ന് പറയണം, അല്ലാത്തതുകൊണ്ടാണ് കാന എന്ന് കൊടുത്തത്. അപ്പോൾ മുഹാദസത്ത് എന്നുള്ളതാണ് കാനയിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ മുഹാദസത്തുൻ എന്ന് പറഞ്ഞാൽ അതവിടെ ലിറ്റർ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അതൊരു മുഅന്നസായ പദമാണ്. അപ്പോൾ കാനത്ത് എന്നും പറയാം. അത് ലാസ്റ്റാണ്, അവസാനമാണ് വന്നത്, അതല്ലെങ്കിൽ കാനയുടെ ശേഷമാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ കാന എന്ന് മാത്രവും പറയാം. നേരെ മറിച്ച് മുഹാദസത്ത് എന്നുള്ളതാണ് ആദ്യം വന്നത്. ആദ്യം വരുമ്പോൾ അത് മുബത്തദ ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ മുബത്തദായിട്ട് വരുമ്പോൾ മുഹാദസത്തുൻ ത്വവീലത്തുൻ കാനത്ത് ലദൈഹിം അങ്ങനെയൊക്കെ വരും. അതും കൂടെ ഇതിൽ മനസ്സിലാക്കുക. ഇത് അറബിയുടെ ഗ്രാമർ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഹി ഹാഡ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അവനക്കൊരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ഉണ്ടായിരുന്നു. കാന ലദൈഹി മുഹിമ്മത്തുൻ സുഅബത്തുൻ. മുഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്, സുഅബത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള. ഇനി ഐ ഹാഡ് എ ഗുഡ് ഐഡിയ. ഇവിടെ നോക്കൂ, കാനത്ത് ലദയ്യ ഫിക്രത്തുൻ ജയ്യിദ. കാനത്ത് ലദയ്യ, ഫിക്രത്ത് എന്നുള്ളത് വന്നുകൊണ്ട് കാനത്ത് എന്ന് വന്നു. കാന എന്ന് പറയാം, കുഴപ്പമില്ല. ഫിക്ര എന്ന് പറഞ്ഞാൽ ഐഡിയ. ഇനി ഷീ ഹാഡ് എ ബിഗ് സ്മൈൽ. അവൾക്കൊരു വലിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. കാനത്ത് ലദൈഹ ഇബ്തിസാമത്തുൻ കബീറത്തുൻ. ഇബ്തസമ പുഞ്ചിരി എന്നാണ് അർത്ഥം. ഇനി വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. ഞങ്ങൾക്ക് ഒരുപാട് ഫൺ ഉണ്ടായിരുന്നു. ഇവിടെ നോക്കൂ, ഞങ്ങൾ ഒരുപാട് ഫണ്ണ് ചെയ്തു എന്നുള്ളതിനാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഇതിനെ രണ്ട് രൂപത്തിൽ അർത്ഥം വെക്കാം, ട്രാൻസ്ലേഷൻ ചെയ്യാം. അതിന് ഏറ്റവും നല്ല രൂപത്തിലുള്ള ട്രാൻസ്ലേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുന്നാ നസ്തമിഉ കസീറൻ. ഞങ്ങൾ ഒരുപാട് ഫണ്ണ് കേൾക്കുകയായിരുന്നു. അതാണ് ഇവിടുത്തെ ആശയത്തിൻ്റെ ഐഡിയോളജിക്കൽ ട്രാൻസ്ലേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
നേരെ മറിച്ചാകുമ്പോൾ അർത്ഥം അതിൻ്റെ ട്രാൻസ്ലേഷനും മാറും. ഇനി ദ ഹാഡ് എ സക്സസ്ഫുൾ ബിസിനസ്, അവർക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിജയകരമായ ബിസിനസ് ഉണ്ടായിരുന്നു. കാന ലദൈഹിം അമലുൻ നാജിഹുൻ, അതുപോലെ അമൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. ഇനി ഹി ഹാഡ് എ സ്ട്രോങ് ഒപ്പീനിയൻ, അവനക്കൊരു ശക്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു. കാന ലദൈഹി റഇയുൻ ഖവിയുൻ, ഒപ്പീനിയൻ റഇ, ഖവി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് എന്നർത്ഥം, അപ്പം ശക്തമായ എന്നർത്ഥം. ഐ ഹാഡ് എ ഡ്രീം ലാസ്റ്റ് നൈറ്റ്, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രി. കാന ലദയ്യ, ഐ ഹാഡ് എന്നുള്ളത് കാന ലദയ്യ, ഹിൽമുൻ അല്ലൈലത്തുൽ മാദിയ, കഴിഞ്ഞ രാത്രി എന്നാണ് ലാസ്റ്റ് നൈറ്റിൻ്റെ അർത്ഥം. അത് ഈ മിനിഞ്ഞാന്നായാലും അതിൻ്റെ മുമ്പുള്ള ദിവസമായാലൊക്കെ പറയുന്നത് അല്ലൈലത്തുൽ മാദിയ അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ് എന്നാണ്. ഇനി ഷീ ഹാഡ് എ പെറ്റ് കാറ്റ്, അവൾക്കൊരു പെറ്റ് കാറ്റ് ഉണ്ടായിരുന്നു. കാന ലദൈഹ, ഷീ ഹാഡ് കാന ലദൈഹ ഖിത്തത്തുൻ അലീഫ, അതുപോലെ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതിന് അങ്ങനെ പറയാം, കാന ലദൈന എന്നാണ് പറയാം, കാന ലദൈന. ഇനി ഇവിടുത്തെ ഭാഗം നോക്കൂ, വി ഹാഡ് എ പിക്നിക് ഇൻ ദി പാർക്ക്, ഞങ്ങൾക്ക് പാർക്കിലൊരു പിക്നിക് ഉണ്ടായിരുന്നു. അതിനവിടെ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷനാണ്. കുന്ന നഹ്തഫിലു ബിനുസ്ഹത്തിൻ ഫിൽ ഹദീഖ, നഹ്തഫിലു ഇഹ്തഫല യഹ്തഫിലു എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, ആഘോഷിക്കുക എന്നൊക്കെ അർത്ഥം. ബിനുസ്ഹത്തിൻ ഫിൽ ഹദീഖ, ഹദീഖത്തിൽ. അപ്പം അതിനെ ഐഡിയൽ ട്രാൻസ്ലേഷൻ നടത്തിയോണ്ട് ആ രൂപത്തിൽ വന്നിട്ടുമില്ല. ഇനി ദ ഹാഡ് എ ന്യൂ കാർ, അവർക്കൊരു പുതിയ കാർ ഉണ്ടായിരുന്നു. കാന ലദൈഹിം സയ്യാറത്തുൻ ജദീദ, അതുപോലെ ഹി ഹാഡ് എ ഗുഡ് ബുക്ക് ടു റീഡ്, അവൻ്റെ കയ്യിലൊരു നല്ലൊരു പുസ്തകമുണ്ട്, വായിക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകം ഉണ്ടായിരുന്നു. കാന ലദൈഹി കിതാബുൻ ജയ്യിദുൻ ലിൽ ഖിറാഅ, ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ വായന, റീഡിങ്. ഇനി ഷീ ഹാഡ് എ മീറ്റിംഗ് അറ്റ് വർക്ക്, അവൾക്ക് ജോലി സ്ഥലത്ത്, അറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലം എന്നർത്ഥമുണ്ട്, ജോലി സ്ഥലത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ വർക്ക് എന്നുള്ളതിന് ജോലി സ്ഥലം, ജോലിയിൽ എന്നും രണ്ടും പറയാം. ഇവിടെ ജോലിയിൽ എന്നുള്ള അർത്ഥത്തിനാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഫിൽ ആമൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാനത്ത് ലദൈഹ, മീറ്റിംഗ് എന്നുള്ളതിന് ഇജ്തിമാ, അപ്പം കാനത്ത് ലദൈഹ ഇജ്തിമാഉൻ ഫിൽ അമൽ. ഇനി വി ഹാഡ് എ ഫാമിലി റീയൂണിയൻ, ഇവിടെ നോക്കൂ, ഇവിടെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളതും ഐഡിയോളജിക്കലായിട്ടാണ്. വി ഹാഡ് എ ഫാമിലി റീയൂണിയൻ, ഞങ്ങൾക്കൊരു ഫാമിലി റീയൂണിയൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഫാമിലി റീയൂണിയൻ ആഘോഷിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം കുന്ന നഹ്തഫിലു ബിലിഖാഇൽ ആയില, ഫാമിലി റീയൂണിയൻ, ലിഖാഇൽ ആയില, ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക നടത്തും, ആയില തന്നെ കുടുംബങ്ങൾ, അപ്പോൾ കുടുംബങ്ങളെ കണ്ടുമുട്ടതിന് റീയൂണിയൻ, ഫാമിലി റീയൂണിയൻ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഐഡിയോളജിക്കൽ ട്രാൻസ്ലേഷനാണ്, അതിനെ മറ്റേ രൂപത്തിലും ഉപയോഗിക്കാം. ഇനി ദ ഹാഡ് എ ബിസി ഡേ, അവർക്കൊരു ബിസി ഡേ ഉണ്ടായിരുന്നു, വളരെ ബിസി ആയിട്ടുള്ള വളരെ തിരക്കുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു. കാന ലദൈഹിം യൗമുൻ മുസ്ദഹിമുൻ, അതുപോലെ ഹി ഹാഡ് എ ഗ്രേറ്റ് സെൻസ് ഓഫ് ഹ്യൂമർ, അവർക്ക് നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരുന്നു, നല്ല തമാശ പറയുന്നൊരു സെൻസ്. കാന ലദൈഹി ഹസ്സു ഫക്കാഹത്തിൻ റായിഇൻ, ഫക്കാഹത്തിൻ റായിഇൻ, സെൻസ് ഓഫ് ഹ്യൂമർ. ഇനി ഐ ഹാഡ് എ ഫീലിംഗ് സംതിങ് വാസ് റോങ്, ഇവിടെ വാസ് എന്നുള്ളതിൻ്റെ അർത്ഥം ആയിരുന്നു എന്നല്ല, ഉണ്ട് എന്നാണ്. അത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ ഈസ് എന്നുള്ളത് സംതിങ് ഈസ് റോങ് എന്നുള്ളത് ഒരാൾ പറയുമ്പോഴോ അല്ലെങ്കിൽ ഫീൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്താവും, സംതിങ് ഈ വാസ് നൗ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈസ് ഉള്ള ഭാഗം അത് വാസായി മാറും, അത് സ്വാഭാവികമായിട്ടും റിപ്പോർട്ടഡ് സ്പീച്ചിൽ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വാസ് എന്നുള്ളതിൻ്റെ അർത്ഥം ആയിരുന്നു എന്നർത്ഥം വെക്കരുത്, ആണ് എന്നാണ്. അപ്പോൾ ഐ ഹാഡ് എ ഫീലിംഗ്, എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, സംതിങ് വാസ് റോങ്, എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു തെറ്റുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതാണ് കാന ലദയ്യ ഷുഊർ എന്ന് പറഞ്ഞ ഫീലിംഗ്. എന്താണ് ഷുഊർ? ബി അന്നഹുനാക്ക ഉണ്ട്, ഷെയ്അൻ എന്തോ ഒരു കാര്യമുണ്ട്, ഖാത്തി ആയിട്ടുള്ള എന്തോ ഉണ്ട്, എന്തോ റോങ് ആയിട്ടുണ്ട് എന്ന്. ഷുഊർ എന്ന് പറഞ്ഞാൽ ഫീലിംഗ്. ഇനി ദേ ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ, അവർക്കൊരു നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. കാന ലദൈഹിം തഅലീമുൻ ജയ്യിദുൻ. ഇനി ഹി ഹാഡ് എ ഡിഫിക്കൽട്ട് ഡിസിഷൻ ടു മേക്ക്, അവർക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഡിസിഷൻ
എടുക്കേണ്ടതുണ്ടായിരുന്നു. കാന ലദൈഹി ഖറാറുൻ സുഅബുൻ യതഅയ്യനു അലൈഹി ഇത്തിഖാദുഹു. യതഅയ്യനു അലൈഹി ഇത്തിഖാദു എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ എടുക്കാൻ ആവശ്യമായി വന്നു. അങ്ങനെയാണ് ഇത്തിഖാദ് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നർത്ഥം. മേക്ക് ഇത്തിഖാദുൽ ഖറാർ, ഡിസിഷൻ മേക്കിംഗ്, അതാണ്. അപ്പോൾ അവനക്ക് എടുക്കേണ്ടി വന്നു, അങ്ങനത്തെ ഒരു ഡിസിഷൻ അവനക്കുണ്ടായിരുന്നു. ഐ ഹാഡ് എ ഡെലീഷ്യസ് മീൽ, എനിക്കൊരു നല്ല സ്വാദിഷ്ടമായ മീലുണ്ടായിരുന്നു. മീൽ, ഭക്ഷണം. ഖാന ലദയ്യ വജബത്തുൻ, വജബ എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നർത്ഥം, ഫുഡ്. വജബാത്തു സരിയ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് എന്നാണ് അർത്ഥം. വജബത്തു സരിയ, സരിയ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡിന് വജബത്തു സരിയ എന്ന് പറയും. അപ്പം വജബത്തുൻ ലദീദ എന്ന് പറഞ്ഞാൽ ഡെലീഷ്യസ് ഫുഡ്, ഡെലീഷ്യസ് മീൽ. ഷീ ഹാഡ് എ സ്പെഷ്യൽ ടാലൻറ്റ്, അവൾക്കൊരു പ്രത്യേകമായൊരു കഴിവുണ്ടായിരുന്നു. കാനത്ത് ലദൈഹ മൗഹിബത്തുൻ ഖാസ്വത്തുൻ, മൗഹിബത്ത് എന്ന് പറഞ്ഞാൽ ടാലൻറ്റ് എന്നർത്ഥം. വി ഹാഡ് എ പ്രൊഡക്റ്റീവ് മീറ്റിംഗ്, ഞങ്ങൾക്കൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള, വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കാന ലദൈന ജിതിമാഉൻ ഇൻതാജിയുൻ, ഇൻതാജ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി എന്നാണ് അർത്ഥം. ഇപ്പം നതീജ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ്, അതിൽ നിന്ന് വന്നതാണ് ഇൻതാജി. അൻതജ യുൻതിജു ഇൻതാജ്. ഇനി ദേ ഹാഡ് എ സ്ട്രോങ് ബോണ്ട്, അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. സ്ട്രോങ് ബോണ്ട്, സ്ട്രോങ്. റാബിത്തുൻ കവി എന്നർത്ഥം സ്ട്രോങ് ബോണ്ടിന്. കാന ലദൈഹിം റാബിത്തുൻ കവിയുൻ. അതുപോലെ ഹി ഹാഡ് എ ഗുഡ് സെൻസ് ഓഫ് ഡയറക്ഷൻ, അവനക്കൊരു നല്ല ഡയറക്ഷൻ ചെയ്യാനുള്ള സെൻസ് ഉണ്ടായിരുന്നു. കാന ലദൈഹി ഹസ്സുൻ, ഹസ് എന്ന് പറഞ്ഞ സെൻസ്. ജയ്യിദുൻ, ഗുഡ് സെൻസ് എന്നർത്ഥം. ബിൽ ഇത്തിജാഹ്, ഇത്തിജാഹ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചെയ്യാനുള്ള നല്ലൊരു സെൻസ് അവനക്കുണ്ടായിരുന്നു. ഇനി ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഹോംവർക്ക്, എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഹോംവർക്കിന് വാജിബാത്തുൽ മൻസിലിയ എന്നാണ് പറയാം, വാജിബത്തുൽ മൻസിലിയ. അപ്പോൾ കാന ലദയ്യ, എനിക്കുണ്ടായിരുന്നു അൽ കസീർ, ഒരുപാട് മിനൽ വാജിബാത്തുൽ മൻസിലിയ, ഹോംവർക്ക്സ്. ഇനി ദ ഹാഡ് എ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്, അവർക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിന് ഇൽത്തിസാം എന്നാണ് പറയാം. കാന ലദൈഹിം ഇൽത്തിസാമുൻ കവിയുൻ. അതുപോലെ അവനക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു, നല്ല മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഹി ഹാഡ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. കാന ലദൈഹി ഫഹ്മുൻ അമീഖുൻ, അമീഖ് എന്ന് പറഞ്ഞാൽ ഡീപ്പ്, അഗാധമായ, ആഴത്തിലുള്ള എന്നൊക്കെ അർത്ഥം. ഐ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ്, എനിക്കൊരു വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. കാന ലദയ്യ മുഫാജഅത്തുൻ സാറത്തുൻ, വളരെ സന്തുഷ്ടമായ, സന്തോഷിപ്പിക്കുന്ന ഒരു സർപ്രൈസ്, അതാണ്. ഷീ ഹാഡ് എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ്, അവർക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. മഹത്തായ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയാം ഗ്രേറ്റ് എന്നുള്ളതിൽ. ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഓരോന്ന് സന്ദർഭത്തിന് അനുസരിച്ചാണ് നമ്മളത് വെക്കുക. കാനത്ത് ലദൈഹ മൗഖിഫുൻ റായിഉൻ. അതുപോലെ ദേ ഹാഡ് എ ലോട്ട് ഓഫ് എനർജി, അവർക്ക് ഒരുപാട് എനർജി ഉണ്ടായിരുന്നു, നല്ല ഊർജ്ജം ഉണ്ടായിരുന്നു. കാന ലദൈഹിം അൽ കസീർ മിനൽ ത്വാഖ, കാന ലദൈഹിം അൽ കസീറു മിനൽ ത്വാഖ. നെക്സ്റ്റ് ഹി ഹാഡ് എ ഗുഡ് മെമ്മറി, അവനക്ക് നല്ലൊരു മെമ്മറി ഉണ്ടായിരുന്നു. കാന ലദൈഹി ദാക്കിറത്തുൻ ജയ്യിദ, ദാക്കിറത്ത് എന്ന് പറഞ്ഞാൽ മെമ്മറി പവറിന് ഖുദ്റത്തു ദാക്കിറ എന്ന് പറയും, ഖുദ്റത്തു ദാക്കിറ. ഓക്കെ. ഇനി ഐ ഹാഡ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, എനിക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. കാനത്ത് ലദയ്യ തജിരിബത്തുൻ, തജിരിബത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. തജിരിബത്തുൻ റായിഅത്തുൻ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാനയുടെ ഉപയോഗം മനസ്സിലായിട്ടുണ്ടാവും. ഷീ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, അവൾക്കൊരു സുന്ദരമായ ഗാർഡൻ ഉണ്ടായിരുന്നു. അതുപോലെ വി ഹാഡ് എ കാന ലദൈഹ ഹദീഖത്തുൻ ജമീലത്തുൻ, ഞങ്ങൾക്കൊരു സമാധാനമായ ദിവസം ഉണ്ടായിരുന്നു. വി ഹാഡ് എ പീസ്ഫുൾ ഡേ. കുന്നാ ഫി യൗമിൻ ഹാദിഇൻ, കാന ലദൈന യൗമുൻ ഹാദിഉൻ എന്നും പറയാം. ദേ ഹാഡ് എ സ്ട്രോങ് കണക്ഷൻ, അവർക്ക് ഒരു ഗാഢമായ ബന്ധമുണ്ടായിരുന്നു. കാന ലദൈഹിം ഇത്തിസാലുൻ ഖവിയുൻ, ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ കണക്ഷൻ എന്നാണ് ഇവിടെ അർത്ഥം. ഇനി ഹി ഹാഡ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക്, അവൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു. ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ വീക്ഷണം, നോട്ടം എന്നൊക്കെ അർത്ഥം. കാന ലദൈഹി, അവനക്കാണ് കേട്ടോ, ഹി ഹാഡ്, അവനക്കുണ്ടായിരുന്നു. കാന ലദൈഹി തവജ്ജുഹുൻ ഈജാബിയുൻ, ഈജാബി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, നെഗറ്റീവ് എന്നുള്ളതിൽ സെൽബി എന്ന് പറയും. ഇനി ഐ ഹാഡ് എ ക്രിയേറ്റീവ് ഐഡിയ, എനിക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ, ആശയം ഉണ്ടായിരുന്നു. കാനത്ത് ലദയ്യ ഫിക്രത്തുൻ ഇബ്ദാഇയത്തുൻ, ക്രിയേറ്റീവ് എന്നുള്ളതിന് ഇബ്ദാഇയത്തുൻ. ഇനി ഷീ ഹാഡ് എ ഗുഡ് സെൻസ് ഓഫ് സ്റ്റൈൽ, അവൾക്ക് നല്ലൊരു സെൻസ് ഓഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു, സ്റ്റൈലിൻ്റെ സെൻസ് ഉണ്ടായിരുന്നു. കാനത്ത് ലദയ്ഹ ഹസ്സുൻ ജയ്യിദുൻ ബിൽ അനാഖ, അനാഖ എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ, സെൻസ് ഓഫ് സ്റ്റൈൽ എന്നുള്ളതിന് ഹസ്സുൻ ബിൽ അനാഖ എന്ന് പറയും.
ഇനി ദ ഹാഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ, അവർക്കൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അടിത്തറ എന്നൊക്കെ അർത്ഥം. അപ്പോൾ കാന ലദൈഹിം അസാസുൻ ഖവിയുൻ. ഇനി ഹി ഹാഡ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്, അവനക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. കാന ലദൈഹിൽ കസീറു മിന സ്വബർ. ഇതാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ഹാഡ് എന്നുള്ളതും ഇതുവരെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ ദുർഘടമായ ഒരുപാട് ഭാഗങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അതിലൊക്കെ വളരെ കൃത്യമായ എക്സാമ്പിളുകൾ ഉപയോഗിച്ച് നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഈ ഭാഗങ്ങൾ ഒരു എക്സസൈസ് എന്ന നിലയിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അർത്ഥം കണ്ടുപിടിക്കാൻ, മലയാളത്തിലുള്ള അർത്ഥം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് olam.in എന്നുള്ള വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഇംഗ്ലീഷിലും അറബിയിലും കൃത്യമായിട്ട് അറബി ഏതാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ റിവേഴ്സോ കോണ്ടെക്സ്റ്റ് എന്നുള്ള ട്രാൻസ്ലേഷൻ ആപ്ലിക്കേഷൻ, അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാം. ഒരിക്കലും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കരുത്. ഗൂഗിൾ മാപ്പിൽ ഒരുപാട് തെറ്റുകളുണ്ടാകും. ഈ റിവേഴ്സോ കോണ്ടെക്സ്റ്റ് തന്നെ വളരെ എഫക്റ്റീവ് ഒന്നുമല്ല. എന്നിരുന്നാൽ പോലും കറക്റ്റായിട്ടുള്ള ഉദാഹരണങ്ങളുടെ അകമ്പടിയോടുകൂടെ കൃത്യമായ ട്രാൻസ്ലേഷൻ മനസ്സിലാക്കാൻ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് റിവേഴ്സോ കോണ്ടെക്സ്റ്റ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. റിവേഴ്സോ കോണ്ടെക്സ്റ്റ് എന്ന വെബ്സൈറ്റാണ്. അതിൽ ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ, സോഴ്സ് ലാംഗ്വേജും ടാർഗറ്റ് ലാംഗ്വേജും, ഇംഗ്ലീഷ് അറബി അല്ലെങ്കിൽ അറബി ഇംഗ്ലീഷ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. ഇതൊരു എക്സസൈസ് ആയിട്ട് കണക്കാക്കിയിട്ട് പഠിക്കുക. ഉദാഹരണങ്ങൾ ഒരു 35 ഉദാഹരണങ്ങളിൽ എങ്കിലും മിനിമം ഓരോ ട്രാൻസ്ലേഷൻ മെത്തഡോളജി ക്ലാസ്സിലും നിങ്ങൾ എഴുതി പഠിക്കേണ്ടതുണ്ട്. താങ്ക് യു.